മോളെ, 10ാം ക്ലാസ് ആയതുകൊണ്ട് ഇനി മുതൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നാളെ മുതൽ വൈകുന്നേരം സ്കൂൾ ബസ് കിട്ടില്ല. പ്രൈവറ്റ് ബസ്സിൽ വരുമ്പോൾ നല്ല തിരക്കുണ്ടാകും. ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആര് മോശമായി പെരുമാറിയാലും മിണ്ടാതെ നിൽക്കരുത്, അപ്പോൾ തന്നെ പ്രതികരിച്ചേക്കണം. ബസ്സിലെന്ന് മാത്രമല്ല, സ്കൂളിലായാലും വീട്ടിലായാലും അനാവശ്യമായി ആരും നിന്റെ ദേഹത്ത് തൊടാൻ നീ അനുവദിക്കരുത്. സ്കൂളിലേക്ക് പോകാൻ ബാഗെല്ലാം തയ്യാറാക്കി വെക്കുന്നതിനിടെയാണ് അമൃതയുടെ അരികിലേക്ക് അമ്മ ചെന്നത്. എൻ്റെ അമ്മേ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അമ്മ ഇത് എന്നെ പഠിപ്പിച്ചു തന്നതല്ലേ. ഇപ്പോഴും അമ്മയുടെ പേടി മാറിയില്ലേ? അമ്മ പേടിക്കണ്ട, എൻ്റെ അടുത്തേക്ക് ഏതവന്മാരെങ്കിലും വന്നാൽ പിന്നെ അവൻ്റെ പൊടി കാണില്ല. പിന്നെ ഞാൻ തനിച്ചല്ലോ, മീനു ഉണ്ടല്ലോ എൻ്റെ കൂടെ. മീനുവിൻ്റെ വീട് ഇവിടെ നിന്നും ദൂരല്ലേ. അവൾ ഇറങ്ങിയാൽ പിന്നെയും നീ തനിച്ചല്ലേ. അതിനെന്താ അമ്മേ, എന്നെ നോക്കാൻ എനിക്കറിയാട്ടോ. അവൾ അതും പറഞ്ഞ് അമ്മയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് എന്തൊക്കെയോ വീണ്ടും തിരഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ മകൾക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാനും അവൾക്ക് ധൈര്യം പകരാനും താനുണ്ട്. പക്ഷെ തൻ്റെ കുട്ടിക്കാലത്ത് ഒരാളെങ്കിലും തനിക്ക് ധൈര്യം തന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ 7ാം വയസ്സ് തനിക്കേറ്റ മുറിവ് ഇന്നും ഉണങ്ങാതെ കിടക്കില്ലായിരുന്നു. പെണ്ണെന്ന ജന്മം തന്നെ ശപിക്കപ്പെട്ടവരാണെന്ന ചിന്ത അന്നേ മനസ്സിൽ കയറിക്കൂടി. എല്ലാത്തിനോടും എല്ലാവരോടും വിമുഖത കാണിച്ചു. വീട്ടുകാരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആയപ്പോഴാണ് വിവാഹം പോലും കഴിച്ചത്. വയറ്റിൽ ഒരു കുഞ്ഞ് ജന്മം എടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് ഒരു പെൺകുഞ്ഞിനെ തരരുത് എന്ന്. പക്ഷെ വിധി അവിടെയും തന്നെ തോൽപ്പിച്ചു. ഡോക്ടറോട് ആദ്യം ചോദിച്ചത് കുട്ടി ആണാണോ എന്നായിരുന്നു. പിന്നീട് ഈ 14 വർഷക്കാലം അത്രയും താൻ അവളെ സംരക്ഷിച്ചതുപോലെ ഏതെങ്കിലും അമ്മമാർ സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പേടിയായിരുന്നു. തൻ്റെ കുഞ്ഞു ശരീരം പിച്ചു ചിന്തിയ നീചന്മാരുടെ കൈകൾ അവളെയും വേട്ടയാടുമോ എന്ന്. ആ മുറിവുകൾ അവളെ ജീവിതകാലം മുഴുവൻ വിടാതെ പിന്തുടരുമോ എന്ന്. അമ്മേ, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? അച്ഛൻ വന്നു. അമ്മു തട്ടിപ്പിടിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്ന് അവൾ മുക്തയായത്. ആ, ഗോപേട്ടൻ വന്നു. ഞാൻ കണ്ടില്ല, ചായ എടുക്കാം. അവർ വേഗം അടുക്കളയിലേക്ക് പോയി. അമ്മയുടെ വെപ്രാളം കണ്ട് അവൾ അച്ഛനെ നോക്കി ചിരിച്ചു. പിറ്റേന്ന് രാവിലെ സ്കൂൾ ബസ്സിലാണ് അവൾ യാത്രയായത്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി അമ്മ ഓർമ്മിപ്പിച്ചു. യാത്രാമധ്യേ മീനുവും അവളോടൊപ്പം ചേർന്നു. മീനു എന്ന മീനാക്ഷിയാണ് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അമ്മുവിനെ പോലെ ആക്റ്റീവ് അല്ലെങ്കിലും അമ്മുവിനോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മീനു കൂട്ടുനിൽക്കാറുണ്ട്. ഇന്നു മുതൽ വൈകുന്നേരം സ്കൂൾ ബസ് കിട്ടില്ലല്ലോ അമ്മു. എനിക്കാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കുത്തി തിരക്കി നിൽക്കാൻ പേടിയാണ്. നമുക്ക് ഡ്രൈവറുടെ ബാക്കിലായി തന്നെ നിന്നാൽ മതി കേട്ടോ. പുറകിൽ നിറയെ ആണുങ്ങളായിരിക്കും. അത് ശരി, അപ്പോൾ ആണുങ്ങളെ പേടിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഒളിച്ചോട്ടം ഈ നൂറ്റാണ്ടിലും അവസാനിക്കുന്നില്ല അല്ലേ? അവൾ കളിയാക്കിക്കൊണ്ട് മീനുവിനെ നോക്കി. കളിയാക്കേണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എത്ര നാൾ നമ്മൾ ഒളിച്ചോടും മീനു? എന്താ ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ മനോഭാവം മാറാത്തത്? തെറ്റ് ചെയ്യുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരോടത് ചെയ്യരുതെന്നോ അത് ചെയ്താൽ തക്കതായ ശിക്ഷ നൽകുവാനോ ആരുമില്ല. പെൺകുട്ടികൾക്ക് നേരെ കൈപൊക്കുന്ന ഒരാളെങ്കിലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടാൽ പിന്നീട് തെറ്റ് ചെയ്യാൻ മുതിരുന്നവർ ഒന്നും ഭയക്കില്ലേ? അതിനു പകരം തെറ്റ് ചെയ്യാത്ത പെൺവർഗത്തെ അടക്കി നിർത്തുകയാണോ വേണ്ടത്? അപ്പോൾ അത്തരം മാനസികാവസ്ഥ ഉള്ളവരെ സമൂഹം തന്നെയല്ലേ വളർത്തിക്കൊണ്ടുവരുന്നത്? ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തനിച്ചു വിടാൻ പോലും മാതാപിതാക്കൾ ഭയക്കുന്നത് ഇതുകൊണ്ടല്ലേ? എൻ്റെ പൊന്നമ്മു, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നിന്നെപ്പോലെ ഒരു പുരോഗമനവാദി ലോകത്തൊരിടത്തും കാണില്ല. ആ പേര് കേട്ടതും അമ്മ ഉറക്കെ ചിരിച്ചു. വൈകുന്നേരം ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി നേരത്തെ ഉന്തിനും തള്ളിനും ഒടുവിലാണ് നിൽക്കാനെങ്കിലും ഒരിടം കിട്ടിയത്. അതിനിടയിൽ പിന്നിലോട്ട് ഇറങ്ങി നിൽക്കാത്തതിൻ്റെ പേരിൽ കണ്ടക്ടറുടെ വക ചീത്തവിളിയും. മീനു മുൻവശത്ത് അള്ളിപ്പിടിച്ചു നിന്നപ്പോൾ അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടെന്ന് കരുതി അമ്മ പിറകിൽ പോയി നിന്നു. യാത്രയും കഴിഞ്ഞ് വീടെത്തുമ്പോൾ അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. എൻ്റെ അമ്മേ, ഇവിടെ എത്തിയത് തന്നെ ഭാഗ്യം. ബാഗ് സോഫയിലേക്ക് വെച്ച് അവൾ അവിടെ തന്നെ നീണ്ടു നിവർന്ന് കിടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു മോളെ ബസ്സിൽ. തിരക്കോ? അതിനുള്ളിൽ ഒരു ജാലിയൻ വാലാ ബാഗായിരുന്നു. ഭാഗ്യത്തിന് ചത്തില്ല. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശരി, നീ വേഗം മേല് കഴുകി വാ. ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. എന്തേലും കാര്യമായിട്ട് വേണം. നല്ല വിശപ്പുണ്ട്. നാളെ സെക്കൻഡ് സാറ്റർഡേ, മറ്റന്നാൾ സൺഡേ, 2 ദിവസം ഇനി സ്കൂളിൽ പോകണ്ടാലോ. തുള്ളിച്ചാടിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. 2 ദിവസം അവധി ആയതുകൊണ്ട് തന്നെ നേരം വൈകിയാണ് അവൾ എഴുന്നേറ്റത്. കൂടുതൽ സമയവും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹോബിയായ പെയിൻറ്റിങ് ചെയ്ത് സമയം ചെലവഴിച്ചു. എൻ്റെ അമ്മു, ഇനി ഈ ചുവരിൽ ഒരു തരി സ്ഥലം ബാക്കിയുണ്ടോ? എങ്ങനെയുണ്ടമ്മേ, നന്നായിട്ടില്ലേ? ഉവ്വ്, അച്ഛൻ വരുമ്പോൾ കേൾക്കണ്ട. വീടിനകം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവളെ ഓർമ്മിപ്പിച്ചത്.
എന്ത് ചെയ്യാനാ, കലാബോധമില്ലാത്ത മാതാപിതാക്കളാണല്ലോ എനിക്ക് കിട്ടിയത്. അവൾ അമ്മയെ നോക്കി കണ്ണിറുക്കി. വൈകുന്നേരം ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനിടെയാണ് മീനു വിളിച്ചതും പനിയായതിനാൽ നാളെ വരില്ല എന്ന് പറഞ്ഞതും. മീനു വിളിച്ച കാര്യം മനഃപൂർവ്വമാണ് അവൾ അമ്മയോട് പറയാതെ ഇരുന്നത്. അത് മതി അമ്മയ്ക്ക് പിന്നെ ടെൻഷൻ അടിക്കാൻ. മീനു ഇല്ലാത്തതിനാൽ തന്നെ ക്ലാസ് വളരെ ബോറിംഗ് ആയി തോന്നി അവൾക്ക്. ഇൻ്റർവെല്ലിനും ലഞ്ച് ബ്രേക്കിനും എല്ലാം ക്ലാസ്സിൽ തന്നെ കഴിച്ചുകൂട്ടി. വൈകുന്നേരം സ്കൂൾ വിട്ട് ഒരുമിച്ച് പോകാറുള്ള ചെറിയ പെട്ടിക്കടയും അവൾ ഇക്കുറി അവഗണിച്ചു. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം വന്ന ബസ്സിൽ കയറാൻ സാധിച്ചിരുന്നില്ല. ഉന്തിയും തള്ളിയുമാണ് പുറകിൽ വന്ന ബസ്സിൽ വലിഞ്ഞു കയറിയത്. കണ്ടക്ടറുടെ ചീത്തവിളി കേൾക്കണ്ടാലോ എന്ന് കരുതി അവൾ ആദ്യമേ തന്നെ പുറകോട്ട് മാറി നിന്നു. തിങ്ങിയും ഞെരുങ്ങിയും നിൽക്കുമ്പോൾ തിരക്ക് കൊണ്ടാവാം പുറകിൽ നിൽക്കുന്ന മധ്യവയസ്കൻ തൻ്റെ മേലേക്ക് ചായുന്നതാ എന്ന് അവൾ ആദ്യം കരുതിയത്. അയാൾക്ക് തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളതിനാൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. എന്നാൽ പതിയെ പതിയെ അയാളുടെ മുട്ടിയുരുമലിൻ്റെ അർത്ഥം മാറി വരുന്നതായി അവൾക്ക് തോന്നി. പൊടുന്നനെ ആ തിരക്കിനിടയിൽ അയാളുടെ കൈ തൻ്റെ നെഞ്ചിൽ അമർന്നപ്പോഴാണ് അവൾ ഞെട്ടിത്തെറിച്ചു പോയത്. അച്ഛൻ്റെ പ്രായമുള്ളയാൾ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തിരിഞ്ഞു നിന്നെങ്കിലും മറുത്തൊന്നും ചിന്തിക്കാതെ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൾ ബഹളം വെച്ചു. ബസ്സിലുള്ളവർ കാര്യം തിരക്കിയതും അവൾ നടന്ന കാര്യം പറഞ്ഞു. അയാളത് നിഷേധിക്കാതിരുന്നപ്പോൾ പിന്നെ ബസ്സിലുള്ളവരാണ് അയാളെ കൈകാര്യം ചെയ്തത്. അതിനിടയിൽ അവളും അയാളുടെ കാരണം നോക്കി ഒന്നുകൊടുത്തു. അന്നേരവും ആരെല്ലാമോ ഇതെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വീടെത്തിയതും അവൾ അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. എല്ലാം കേട്ടതും അമ്മ ഞെട്ടിത്തെറിച്ചു. ഭയന്നതുപോലെ നടന്നുവല്ലോ എന്ന് അവർ വേദനയോടെ ഓർത്തു. അമ്മ പേടിക്കണ്ട, ഞാൻ അയാൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്, ബസ്സിലുള്ളവരും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൺകുട്ടിയുടെ നേർക്കും അയാളുടെ കൈ ഉയരില്ല. അപ്പോഴും അവരുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഈ സംഭവം ജീവിതകാലം മുഴുവൻ അവളെ വേട്ടയാടുമോ എന്ന ഭയമായിരുന്നു മനസ്സ് മുഴുവൻ. എന്നാൽ അവൾ വളരെ കൂളായാണ് പെരുമാറിയത്. ബസ്സിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം മീനുവിനെ വിളിച്ചു പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പനി മാറിയിട്ടുണ്ടാകില്ല എന്ന് കരുതി അമ്മ പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു. വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ബസ്സിൽ നടന്ന സംഭവം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് അവൾ കണ്ടത്. ദൈവമേ, താൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തിരുന്നുവോ? അച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യനെ അടിച്ചതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നറിയാൻ അവൾ കമൻറ്റ് ബോക്സ് നോക്കി. ഇല്ല, എല്ലാവരും തനിക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. അവൾക്കെന്തോ ആത്മസംതൃപ്തി തോന്നി. പിറ്റേന്ന് അവിചാരിതമായി മീനു സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ അമ്മുവിന് വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ മീനു അവൾക്ക് മുഖം കൊടുക്കാതെ മറ്റൊരു സീറ്റിൽ പോയിരുന്നത് അമ്മുവിനെ വേദനിപ്പിച്ചു. സ്കൂളിലെത്തിയതും അസംബ്ലി തുടങ്ങിയിരുന്നു. അസംബ്ലിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പ്രിൻസിപ്പൽ അമ്മുവിനെ അനുമോദിച്ചു. അപ്പോഴും മീനുവിൻ്റെ പെരുമാറ്റമാണ് അമ്മുവിനെ അലട്ടിയത്. അന്ന് അമ്മു മിണ്ടാൻ ശ്രമിക്കുമ്പോഴൊക്കെ മീനു ഒഴിഞ്ഞു മാറി. വൈകിട്ട് ക്ലാസ് വിടുമ്പോൾ തനിച്ചിറങ്ങിയ മീനുവിൻ്റെ കയ്യിൽ അമ്മു പിടുത്തമിട്ടു. എന്താ മീനു, എന്താ നിനക്ക് പറ്റിയത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? അവളുടെ ചോദ്യത്തിന് ദഹിപ്പിക്കുന്ന പോലെ മീനു ഒരു നോട്ടം നോക്കി. എന്താണെന്ന് നിനക്കറിയില്ലല്ലേ? എൻ്റെ അച്ഛനെ തെറ്റുകാരനാക്കി എല്ലാവരുടെ മുന്നിലും നാറ്റിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അച്ഛനോ? ഒന്നും മനസ്സിലാകാതെ അവൾ ചോദിച്ചു. അതെ, അച്ഛൻ തന്നെ. നീ ഇന്നലെ ഷോ കാണിച്ച് ഇല്ലാത്ത കുറ്റം ചുമത്തി കുറ്റക്കാരനാക്കിയത് എൻ്റെ അച്ഛനെയാണ്. അമ്മ ഒരു നിമിഷം നിശ്ചലയായി. മീനു, എനിക്കറിയില്ലായിരുന്നു അത് നിന്റെ അച്ഛനാണെന്ന്. ഞാൻ നിന്റെ അമ്മയെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. നിർത്താമോ? നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ ബോൾഡാണെന്ന്. അല്ലെങ്കിൽ ബസ്സിൻ്റെ പുറകിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മനഃപൂർവ്വം ഇല്ലാത്ത സീനുണ്ടാക്കി ചീപ്പ് ഷോ കാണിക്കാൻ. മതി മീനു, നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? നിന്റെ അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി അറിഞ്ഞിരുന്നെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ഞാൻ പ്രതികരിക്കും. അതിപ്പോൾ നിന്റെ അച്ഛനല്ല, എൻ്റെ അച്ഛനായാലും ഞാൻ പ്രതികരിക്കും. മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ എങ്ങനെയാണ് അയാൾക്ക് മനസ്സ് വന്നത്? നിന്റെ സ്വഭാവത്തിന് നാളെ നീ നിന്റെ സ്വന്തം അച്ഛനെയും തള്ളിപ്പറയും. എനിക്ക് വേണ്ട നിന്നെപ്പോലെ ഇത്രയും മോശം സ്വഭാവമുള്ള ഒരു ഫ്രണ്ടിനെ. എൻ്റെ അച്ഛനോട് ചെയ്തതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. അവളത് പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ അമ്മുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്ന അമ്മയോട് ഇക്കാര്യം പറയുമ്പോൾ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോള് വിഷമിക്കേണ്ട, മോളായിരുന്നു ശരിയെന്ന് മീനു എന്നെങ്കിലും മനസ്സിലാക്കിക്കൊള്ളും. മീനു തന്നോട് മിണ്ടാതെ ആയെങ്കിലും താൻ ചെയ്തതോർത്ത് അമ്മുവിന് തെല്ലുപോലും കുറ്റബോധം തോന്നിയിരുന്നില്ല. പതിയെ പതിയെ മീനുവിൻ്റെ അവഗണന അവൾ അംഗീകരിക്കാൻ തുടങ്ങി. അങ്ങനെ കാലം കടന്നുപോയി. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു. അമ്മു നല്ല മിടുക്കിയായി തന്നെ പഠനം തുടർന്നു.
മീനുവിൻ്റെ ഓർമ്മകൾ അവൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ തന്നെ അമ്മുവിനൊരു IT കമ്പനിയിൽ ജോലി റെഡിയായിരുന്നു. അങ്ങനെ ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടിയ ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് സുഹൃത്ത് തരുണി അമ്മുവിന് ഒരു വിസിറ്റർ ഉണ്ടെന്ന കാര്യം വന്ന് പറഞ്ഞത്. ആരാണിവിടെ തന്നെ കാണാനെന്നുള്ള ആകാംക്ഷയിൽ അവൾ അങ്ങോട്ട് ചെന്നു. മീനു. അവൾ ഞെട്ടലോടെ ആ പേരുരുവിട്ടു. അമ്മു, നീ എന്നെ മറന്നിട്ടില്ലല്ലോ, സന്തോഷം. അമ്മ ഓടിച്ചെന്ന് മീനുവിനെ വാരിപ്പുണർന്നു. എന്താ മീനു നീ ഇവിടെ? നീയാകെ മാറിപ്പോയല്ലോ, മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നു. നിന്നെ ഞാൻ കുറേ അന്വേഷിച്ചു. ഒടുക്കമാണ് ഇവിടെയാണെന്നറിഞ്ഞത്. ഞാൻ തൃശ്ശൂർ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ്. അവിടെയാണോ നീ താമസിക്കുന്നത്? അപ്പോൾ വീട്ടുകാർ? ആ ചോദ്യത്തിന് മറുപടി എന്നോണം മീനു ഒന്ന് പുഞ്ചിരിച്ചു. വീട് ഞാൻ ഉപേക്ഷിച്ചിട്ട് 4 വർഷമാകുന്നു. എന്താ മീനു നീ പറഞ്ഞു വരുന്നത്? വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും പറയാം. അവളുടെ ക്ഷണം സ്നേഹപൂർവ്വം മീനു നിരസിച്ചു. ഇത്ര ബുദ്ധിമുട്ടി നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നത് നിന്നോടൊരു മാപ്പ് പറയാൻ വേണ്ടി മാത്രമാണ്. മാപ്പോ? എന്താടി നീ പറയുന്നത്? അതേമോ, അന്ന് നിന്നെ കുറ്റപ്പെടുത്തിയതിന്. അന്ന് ഞാൻ കരുതിയിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു ശരിയെന്നാണ്. പക്ഷെ നീ ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. അതെനിക്ക് മനസ്സിലായത് ആരുമില്ലാത്ത ആ ദിവസം അയാളുടെ കൈക്കുള്ളിൽ കിടന്ന് പിടയുമ്പോഴായിരുന്നു. നിന്നെപ്പോലെ പ്രതികരിക്കാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല. എല്ലാവരോടും വിളിച്ചു പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ വീട് വിട്ടിറങ്ങി. അപ്പോഴും മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്നെ ഒന്ന് കണ്ട് മാപ്പ് പറയണമെന്ന്. ഇനി ആ ഭാരവും പേറി നടക്കണ്ടല്ലോ. മാപ്പ്. നിറകണ്ണുകളോടെ മീനു തിരികെ പോകുമ്പോൾ മറുത്തൊരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാനാകാതെ അമ്മുവും നിശ്ചലയായി നിന്നു. അപ്പോഴും അന്നൊരിക്കൽ അമ്മയോട് പറഞ്ഞ വാക്കാണ് മനസ്സിൽ തളം കെട്ടി നിന്നത്. ഇനിയൊരു പെൺകുട്ടിയുടെ നേർക്കും അയാളുടെ കൈ ഉയരില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.